പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത് സേ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. കാരണം നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ട് മനസ്സിലാക്കി തരാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പം എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് എന്ന് തോന്നുന്ന, ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുന്ന വിഷയങ്ങൾ മാത്രമേ ഞാനിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ x is said to follow a normal distribution if it has the probability density function f of x equal to 1 by sigma into root 2 pi e raised to minus 1 by 2 into x minus mu by sigma whole square. ഇവിടെ എക്സിൻ്റെ വില എന്ന് പറയുന്നത് വേർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. മ്യൂവിൻ്റെ വില എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി, സിഗ്മ ഗ്രേറ്റർ ദാൻ 0. ഇവിടെ മ്യൂവും സിഗ്മയാണ് ഇതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് മ്യൂവും സിഗ്മയാണ്. ചിലപ്പോൾ ചോദിക്കും വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പാരാമീറ്റർ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് മ്യൂ തരും, പിന്നെ വേറെ എന്തൊക്കെ തരും, അല്ലെങ്കിൽ ചിലപ്പോൾ സിഗ്മ തരും, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ തരും. അപ്പോൾ എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളാണ്, അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് മ്യൂവും സിഗ്മ സ്ക്വയർ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിന് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കർവ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് എനി 3 പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചോളാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്പ്ഡ് ആൻഡ് സിമെട്രിക് അബൌട്ട് എക്സ് ഈക്വൽ ടു മ്യൂ. അതായത് ഒരു ബെൽ ഷേപ്പ്ഡ്, ബെല്ലിൻ്റെ ആകൃതിയിലാണ് നോർമൽ കർവ് ഉള്ളത്. അത് സിമെട്രിക്കാണ്. എവിടെയാണ് സിമെട്രിക്? എക്സ് മൈനസ് മ്യൂ എന്ന എക്സ് ഈക്വൽ ടു മ്യൂ എന്ന സ്ഥലത്ത് അത് സിമെട്രിക്കാണ്. എക്സ് ഈക്വൽ ടു മ്യൂ എന്ന സ്ഥലത്ത്, എക്സ് ഈക്വൽ ടു മ്യൂ എന്ന പോയിന്റിലാണ് അത് സിമെട്രിക് ആവുന്നത്. പിന്നെ മീൻ, മീഡിയൻ, മോഡ് എല്ലാം ഈക്വൽ ആയിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡായിരിക്കും. അതായത് മീൻ, മീഡിയൻ, മോഡ് കോയിൻസൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്, രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ദ ഹൈറ്റ് ഓഫ് ദ നോർമൽ കർവ് ഈസ് മാക്സിമം അറ്റ് മീൻ പൊസിഷൻ. അതായത് എക്സ് ഈക്വൽ ടു മ്യൂ ആകുമ്പോഴേക്കാണ് ആ നോർമൽ കർവ് അല്ലെങ്കിൽ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് മാക്സിമം ഹൈറ്റ് ഉണ്ടാകുന്നത്. നാലാമത്തെ പറഞ്ഞത് ക്വാർട്ടൈൽസ് ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ. മീഡിയനിൽ നിന്ന് തുല്യ ദൂരത്തിലാണ് ക്വാർട്ടൈൽസ് Q1ഉം Q3യും കിടക്കുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ Q2ൽ നിന്ന് തുല്യ ദൂരത്തിലാണ് Q1ഉം Q3യും കിടക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. അഞ്ചാമത്തെ നോർമൽ കർവ് ഈസ് യൂണി മോഡൽ. നോർമൽ കർവ് എന്ന് പറയുന്നത് ഒരു മോഡൽ മാത്രമേ ഉള്ളതാണ്. ആറാമത്തെ പറഞ്ഞത് കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് 0. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ നോർമൽ കർവിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്താണ്? 0. അതായത് β1 0 എന്ന്. ഏഴാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് നോർമൽ കർവ് ഈസ് മെസോകർട്ടിക്. β2 ഈക്വൽ ടു 3 ആയിരിക്കും. നോർമൽ കർവ് ഈസ് മെസോകർട്ടിക്. ഇതിൽ ഏതെങ്കിലും 3 നിങ്ങൾ ശരിക്കും പഠിക്കാം. നോർമൽ കർവ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് അസിംപ്റ്റോട്ടിക് ആയിരിക്കും. ഒമ്പതാമത്തെ പറഞ്ഞത് ടോട്ടൽ ഏരിയ അണ്ടർ നോർമൽ കർവ് ഈസ് 1 സ്ക്വയർ യൂണിറ്റ്. അതെല്ലാം എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അതായത് ടോട്ടൽ ഏരിയ, നോർമൽ പ്രോബിലിറ്റിയുടെ കർവ് ഉണ്ടല്ലോ, നോർമൽ കർവിൻ്റെ ടോട്ടൽ ഏരിയ 1 ആയിരിക്കും. അത് പ്രോബിലിറ്റി ആയതുകൊണ്ട് 1 ആയിരിക്കും. ടോട്ടൽ പ്രോബിലിറ്റി 1 അല്ലേ. അപ്പോൾ ടോട്ടൽ ഏരിയ അണ്ടർ നോർമൽ കർവ് ഈസ് 1 സ്ക്വയർ യൂണിറ്റ്. അത്ര കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കാം. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0, അതായത് മ്യൂ 0, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആണെങ്കിൽ മാത്രമേ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇത് ഏരിയയൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വിശദമായിട്ടുള്ള ഇതിന് ഓരോ ചാപ്റ്ററും വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ എൻ്റെ ചാനലിലുണ്ട്. സ്റ്റാറ്റി ഫോർ യു എന്ന ചാനലിൽ ബന്ധപ്പെട്ട ചാപ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോന്നും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ, യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ നോക്കുക. ബന്ധപ്പെട്ട ചാപ്റ്റർ എടുത്താൽ മതി. ഉദാഹരണത്തിന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ചാപ്റ്റർ എടുക്കുക. എത്രാമത്തെ ചാപ്റ്ററാണ്, ഏത് ചാപ്റ്ററിലാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നിങ്ങൾ നോക്കിയിട്ട് യൂട്യൂബ് നോക്കി മനസ്സിലാക്കുക. എല്ലാം ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല.
ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് ചോദിക്കുന്നതാണ്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ പഠിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഡ്രോ ഓൾ പോസിബിൾ സാമ്പിൾസ് ഓഫ് സൈസ് 2 ഫ്രം എ പോപ്പുലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 2, 3, 4, 5 ആൻഡ് ഫൈൻഡ് ഒന്ന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ. ഇ ഓഫ് എക്സ് ബാർ പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്നാണ്. രണ്ടാമത്തെ വി ഓഫ് എക്സ് ബാർ എന്ന് വെച്ചാൽ വേരിയൻസ് ഓഫ് എക്സ് ബാർ. ആൻഡ് മൂന്നാമത്തത് സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ. അടുത്തത് സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ. അത് രണ്ട് രീതിയിൽ കാണണം. അതായത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് കാണണം, വിത്ത് റീപ്ലേസ്മെൻറ്റ് കാണണം. ഈ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എത്ര സംഖ്യയിൽ 4 സംഖ്യയിൽ നിന്ന് 2 സംഖ്യയുടെ ഗ്രൂപ്പാക്കി നമ്മൾ എടുക്കണം. 2 സംഖ്യയായിട്ട് അത് SRS WR എന്ന സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അതിൽ എ പറയുന്നത് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. നോക്ക്, എ പറയുന്നത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, ബി പറയുന്നത് വിത്ത് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചോദിക്കുള്ളൂ. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ മിക്കവാറും വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ചോദിക്കുന്നത്, എ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഇൻ SRS WR എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 2 എടുക്കേണ്ട പോസിബിൾ സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ 4 C2 ആണ്. 4 C2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 4 C2 പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താണ്? 4 ഫാക്ടോറിയൽ 4നെ കീഴ്പോട്ട് ഗുണിക്കുക. 4 × 3 × 2 × 1 ബൈ 4 - 2 ഫാക്ടോറിയൽ. 4 - 2 പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ 2 × 1 ഇൻറ്റു 2 ഫാക്ടോറിയൽ. അതായത് 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അതാണ് 6. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. 6 എന്ന് 4 C2 പറഞ്ഞാൽ 6 ആണ്. അതേപോലെ 5 C2 എന്ന് പറഞ്ഞാൽ എത്ര ആണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. 5 C2 പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ബൈ 5 - 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്നുള്ളതിനെ 6 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടാ. 3 × 2 6, 6 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടാ. 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1 ഇൻറ്റു 2 × 1. അതാണ്. ഇനി നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, 6 എണ്ണമാണ്. അപ്പോൾ 6 എണ്ണം എങ്ങനെയാണ്? വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്രൂപ്പ് എഴുതുന്ന എങ്ങനെ നോക്കാം. സാമ്പിൾ നമ്പേഴ്സ് 1 മുതൽ 6 വരെ 6 എണ്ണം ഉണ്ടാവും. 1, 2, 3, 4, 5, 6 ഞാൻ കോളമായിട്ട് എഴുതി സാമ്പിൾ നമ്പേഴ്സിനെ. അടുത്തത് ആ ഗ്രൂപ്പ് എഴുതാം, സാമ്പിൾസ് എഴുതാം. അതായത് X1 ഉം X2 ഉം ഗ്രൂപ്പ്. അതായത് 2, 3, 4, 5 എന്ന സംഖ്യ എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തത് 2, 3, അടുത്തത് എന്തായിരിക്കും 2, 4, അടുത്തത് 2, 5. ഈ 2, 2 എടുത്തുകൂടാ. കാരണം ഞാൻ 2 ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ഇത് വിത്ത് റീപ്ലേസ്മെൻ്റ് അല്ല, വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അത് അതിലേക്ക് ഇടുന്നില്ല, ആ ഗ്രൂപ്പിലേക്ക് ഇടുന്നില്ല. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് അതിലേക്ക് ഇടുന്നില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം 2 എടുത്തു കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കാൻ കഴിയില്ല. അപ്പോൾ 2, 3, 2, 4, 2, 5. അടുത്തത് 3, 4, 3, 5. അടുത്തതോ 4, 5. അപ്പോൾ അങ്ങനെ 6 എണ്ണം. അതായത് 3 ബാക്കിലോട്ടും എണ്ണാൻ കഴിയില്ല. 3, 2, 4, 3, 5, 4 അങ്ങനെ എടുക്കാൻ കഴിയില്ല. കാരണം ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് 2 ഓൾറെഡി എടുത്തു കഴിഞ്ഞല്ലോ, പിന്നെ 3, 2 വീണ്ടും എടുക്കാൻ കഴിയില്ല. അപ്പോൾ 6 കോമ്പിനേഷനാണ് നമ്മൾ എഴുതേണ്ടത്. 2, 3, 2, 4, 2, 5, 3, 4, 3, 5, 4, 5. ഇനി അതിൻ്റെ മീൻസ് എഴുതണം. മീൻസ് പറഞ്ഞാൽ എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ 2, 3 2 സംഖ്യയും തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ 2 കൊണ്ട് ഹരിക്കുക. 2, 3 കൂട്ടി അത്ര 5. 5നെ 2 കൊണ്ട് ഹരിച്ചാൽ അത്ര 2.5. 2 കൊണ്ട് ഹരിക്കുക പറഞ്ഞാൽ പകുതി. 2, 4 കൂട്ടുക. അടുത്തത് 2, 4 ആണ്. 2, 4 കൂട്ടി 6, 6ൻ്റെ പകുതി 3. 2, 5 കൂട്ടുക 7, 7ൻ്റെ പകുതി 3.5. 3, 4 കൂട്ടുക എത്ര? 7, 7ൻ്റെ പകുതി 3.5. അടുത്തത് 3, 5 കൂട്ടുക എത്ര? 8, 8ൻ്റെ പകുതി 4. 4, 5 കൂട്ടുക എത്ര? 9, 9ൻ്റെ പകുതി 4.5. അതാണ് എക്സ് ബാർ. ഇങ്ങനെ 3 കോളം വരക്കേണ്ടി വരും. അതായത് ഈ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ചോദ്യം ഇതൊന്ന് മനസ്സിലാക്കണം. അതായത് 4 സംഖ്യയിൽ നിന്ന് 2 സംഖ്യ എടുക്കാനുള്ള പോസിബിൾ സാമ്പിൾസ് എഴുതണം. അതിൻ്റെ എക്സ് ബാർ കാണണം, ഇ ഓഫ് എക്സ് ബാർ കാണണം, വി ഓഫ് എക്സ് ബാർ കാണണം, പിന്നെ സ്റ്റാൻഡേർഡ് എറർ കാണണം. അത് ഏതിലല്ലാന്ന്? ഒന്നെങ്കിൽ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ വിത്ത് റീപ്ലേസ്മെൻറ്റ്. മിക്കവാറും നിങ്ങളോട് ചോദിക്കുന്നത് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് തന്നെ പഠിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഇനി എക്സ് ബാറിൻ്റെ സമ്മ് കാണണം. മീൻ എക്സ് ബാർ ഉണ്ടല്ലോ, അതിൻ്റെ സമ്മ് കാണാം. അത് 21 എന്ന് കിട്ടും. ഇനി നമുക്ക് അതിൽ ഒന്നാമത്തെ ഇ ഓഫ് എക്സ് ബാർ നോക്കാം. ഇ ഓഫ് എക്സ് ബാറാണ് ആദ്യത്തെ കാണാം. ഇ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ആകെ എത്ര ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്? 6 ഗ്രൂപ്പാണ് ഉള്ളത് അല്ലേ? അതിൻ്റെ സമ്മ് എത്ര കിട്ടിയ 21. അപ്പോൾ ഇ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ
സിഗ്മ എക്സ് ബാർ ബൈ എൻ ആണ്. സിഗ്മ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ബാറിൻ്റെ സിഗ്മ അത് 21 ബൈ എൻ എന്ന് പറഞ്ഞാൽ എത്ര സാമ്പിൾ നമ്പേഴ്സ് ഉണ്ട്? 6. അപ്പോൾ 21/6 ഇ എഫ് എക്സ് ബാർ. ഇനി സിഗ്മ സ്ക്വയർ കാണണം. രണ്ടാമത് പറഞ്ഞത് വി ഓഫ് എക്സ് ബാർ. വി ഓഫ് എക്സ് ബാർ പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ആണ്, വാരിയൻസ് ആണ്. വി ഓഫ് എക്സ് ബാർ പറഞ്ഞാൽ വാരിയൻസ് ആണ്. അപ്പോൾ വാരിയൻസ് കാണണമെങ്കിൽ ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാടം പഠിക്കണം. വാരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. അതായത് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ, സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളുണ്ടല്ലോ എന്ന് വെച്ചാൽ 2, 3, 4, 5 അതിൻ്റെ ഓരോന്നിൻ്റെ സ്ക്വയർ കണ്ടിട്ട് തുക കാണാം. സിഗ്മ എക്സ് സ്ക്വയർ പറഞ്ഞാൽ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, അതാണ് സിഗ്മ എക്സ് സ്ക്വയർ. ഓരോന്നിൻ്റെ സ്ക്വയർ കണ്ടിട്ട് തുക കാണുന്നതാണ് സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ കൂട്ടണം, 3 സ്ക്വയർ കൂട്ടണം, 4 സ്ക്വയർ കൂട്ടണം, 5 സ്ക്വയർ. 2 സ്ക്വയർ പറഞ്ഞാൽ 4, 3 സ്ക്വയർ പറഞ്ഞാൽ 9, 4 സ്ക്വയർ പറഞ്ഞാൽ 16, 5 സ്ക്വയർ പറഞ്ഞാൽ 25. അപ്പോൾ എത്ര കിട്ടും? 25ഉം 16ഉം 25, 10, 35, 6, 41, 41, 9, 50, 50, 4, 54 കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, സിഗ്മ എക്സ് സ്ക്വയർ കിട്ടിയ എത്രയുടെ 54 ബൈ എൻ. അവിടെ എത്ര സംഖ്യ ഉള്ളത്? അവിടെ എൻ എന്ന് പറഞ്ഞാൽ 6 അല്ല, അവിടെ ക്യാപിറ്റൽ എൻ ആണ്, പോപ്പുലേഷൻ സൈസാണ്. നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 4 സംഖ്യയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പോപ്പുലേഷൻ സൈസിനെയാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ എന്ന് പറഞ്ഞാൽ 54/4 ആണ്. 4 സംഖ്യ ഉള്ളത് അവിടെ. 6 എന്നുള്ളത് നമ്മൾ പോസിബിൾ സാമ്പിൾസ് എഴുതിയതാണ്, പോപ്പുലേഷൻ സൈസ് അല്ല. അപ്പോൾ 54/4 മൈനസ് ഇനി സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഇതൊക്കെ കൂട്ടാം. സിഗ്മ എക്സ് പറഞ്ഞാൽ 2 + 3 + 4 + 5, അതായത് സ്ക്വയർ ഇല്ലാതെ. അപ്പോൾ എത്ര? 2, 3, 5, 5, 4, 9, 5, 14. 14ആണ്. അപ്പോൾ 14/4 സിഗ്മ എക്സ് ബൈ എൻ. അപ്പോൾ 14/4 അതിൻ്റെ സ്ക്വയർ. ഇവിടെ സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 14/4 അതിൻ്റെ സ്ക്വയർ എത്ര കിട്ടും? അതായത് 13.5 മൈനസ് 12.25 കിട്ടും. അത് എത്ര കിട്ടുന്നത്? 1.25 സിഗ്മ സ്ക്വയർ കിട്ടുന്നത്. ഇനി നമുക്കതിൽ രണ്ടാമത് കാണാൻ പറഞ്ഞാൽ വി ഓഫ് എക്സ് ബാർ ആണ്. അപ്പോൾ വി ഓഫ് എക്സ് ബാറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും കാണാതെ പഠിക്കണം. SRSWORലാണ് പറയുന്നത്. SRSWORൽ വി ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ n-n/n-1 സിഗ്മ സ്ക്വയർ ബൈ എൻ. അവിടെ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ സൈസാണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സൈസ്. സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസ് 2 ആണ്. രണ്ട് സാമ്പിൾ സൈസായിട്ടാണ് നമ്മൾ സാമ്പിൾ നമ്പേഴ്സ് എടുക്കുന്നത്. സാമ്പിൾ നമ്പേഴ്സ് 6 എണ്ണം ഉണ്ടെങ്കിലും അതിൻ്റെ ഓരോന്നിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എന്തായിരിക്കും? 4 - 2/4 - 1 ഇൻറ്റു സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ നമുക്ക് കിട്ടി. അതായത് ഇപ്പോൾ വാരിയൻസ് സിഗ്മ സ്ക്വയർ നമുക്ക് കിട്ടി. എത്രയാണ്? 1.25. അത് സിഗ്മ സ്ക്വയർ പറഞ്ഞാൽ വാരിയൻസ് ഓഫ് എക്സ് ആണ്. നമുക്ക് കാണേണ്ടത് വാരിയൻസ് ഓഫ് എക്സ് ബാർ ആണ്. അതുകൊണ്ടാണ് വാരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1.25 ആണ്. വാരിയൻസ് ഓഫ് എക്സ് ബാറിൻ്റെ ഇക്വേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. SRSWORൽ വാരിയൻസ് ഓഫ് എക്സ് ബാറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n-n/n-1 സിഗ്മ സ്ക്വയർ ബൈ എൻ. അതായത് 4 - 2/4 - 1 സിഗ്മ സ്ക്വയർ 1.25 ബൈ സ്മോൾ എൻ. സ്മോൾ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ അതിൻ്റെ ആൻസർ 0.42 കിട്ടും. അതാണ് വാരിയൻസ് ഓഫ് എക്സ് ബാർ. ഇനി SRS ഇനി പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ ആണ്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ വാരിയൻസ് ഓഫ് എക്സ് ബാറിൻ്റെ സ്ക്വയർ റൂട്ടാണ്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാറിന് SC ഓഫ് എക്സ് ബാർ എന്ന് എഴുതാം. SC ഓഫ് എക്സ് ബാർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് V ഓഫ് എക്സ് ബാർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 0.42. അത് എത്ര കിട്ടും? ഈക്വൽ ടു 0.648 കിട്ടും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. SRSWOR മാത്രമേ നിങ്ങൾക്കുള്ളൂ. SRSWOR ഇല്ല, വിത്ത് റീപ്ലേസ്മെൻറ്റ് ഇല്ല നിങ്ങൾക്ക്. SRSWORലെ ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിക്കുക. 4 - 5 മാർക്ക് ഉണ്ടാവും ഈ ക്വസ്റ്റ്യന്. ഇത് നിങ്ങൾ വീണ്ടും ചെയ്ത് നോക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്ത് നോക്കാം. ഒന്നുകൂടി പറയാം. ആദ്യം 4 സംഖ്യയുടെ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഇൻ SRSWOR എഴുതുക. അതായത് 4 C2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 5 സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ 5 C2 ആണ്. അത് നോക്കിക്കൊള്ളാം. അപ്പോൾ എന്നിട്ട് സാമ്പിൾ നമ്പേഴ്സ് എഴുതുക. 4 C2 6 എണ്ണം ഉണ്ടാവും. 1, 2, 3, 4, 5, 6 എഴുതുക. സാമ്പിൾസ് എഴുതുക. X1, X2 എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് എഴുതുക. അതായത് 2, 3, 2, 4 അങ്ങനെ എഴുതുക. 6 സംഖ്യ ഉണ്ടാവും. അതിൻ്റെ മീനാണ് എക്സ് ബാർ. എക്സ് ബാറിൻ്റെ സമ്മ് കാണാം. പിന്നെ E ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എക്സ് ബാർ ബൈ എൻ.
ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ സാമ്പിൾ നമ്പേഴ്സാണ്. അപ്പോൾ 21/6 അത് 3.5. ഇനി വി ഓഫ് എക്സ് ബാർ കാണണമെങ്കിൽ വാരിയൻസ് ഓഫ് എക്സ് ആദ്യം കാണണം. വി ഓഫ് എക്സ് കാണണം. വി ഓഫ് എക്സിനെ സൂചിപ്പിക്കുന്നത് സിഗ്മ സ്ക്വയർ എന്ന അക്ഷരം കൊണ്ടാണ്. അത് പോപ്പുലേഷൻ്റെ വാരിയൻസ് ആണ്. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ വാരിയൻസ് ആണ്. അപ്പോൾ പോപ്പുലേഷൻ വാരിയൻസ് കാണുന്നത് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ, അതായത് തന്നിരിക്കുന്ന സംഖ്യയുടെ ഓരോന്നിൻ്റെ സ്ക്വയർ കണ്ടിട്ട് കൂട്ടണം ബൈ എൻ. അപ്പോൾ അത് 54 കിട്ടും. 54/4 എന്ന് കിട്ടും. പിന്നെ അടുത്തത് സിഗ്മ എക്സ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂട്ടണം. അപ്പോൾ കിട്ടുന്നത് എത്ര 14 അപ്പോൾ 14/4 അതിൻ്റെ സ്ക്വയർ. അത് ഇക്വേഷനിൽ ഉള്ളതാണ് സ്ക്വയർ. സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അത് വിപുലീകരിച്ചാൽ കിട്ടുന്നത് 1.25. ഇനി വി ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ നമ്മൾ ശരിക്കും പഠിക്കണം. എന്ന് വെച്ചാൽ SRSWRലെ വാരിയൻസ് ഓഫ് എക്സ് ബാർ എന്തായിരിക്കും? n-n/n-1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ എൻ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സൈസ് 4, സ്മോൾ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് 2. 4-2/4-1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ എൻ 1.25/സ്മോൾ എൻ 2. വിപുലീകരിച്ചാൽ 0.42 കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. അത് എത്ര കിട്ടും? 0.648. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ പറ്റുമെങ്കിൽ നോക്കാം. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്തെന്ന്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെന്ന്, പിന്നെ ആപ്ലിക്കേഷൻ എന്തെന്ന്, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തെന്ന്, ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തെന്ന്, അതൊക്കെ വൺ വേർഡിന് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് 2 പ്രോപ്പർട്ടീസ് എഴുതാൻ പറയും. അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി തരാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻ ബിറ്റ്വീൻ ZTF സ്റ്റാറ്റിസ്റ്റിക്സ് അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കാം. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഏത് ചോദ്യ പേപ്പറിലും ഉണ്ടാവും. നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്കും കിട്ടും. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ? 3-4 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് വരലുണ്ട്. വാട്ട് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ? ഒരു നല്ല എസ്റ്റിമേറ്ററിൻ്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ആൻ എസ്റ്റിമേറ്റർ ഈസ് സെറ്റ് ടു ബി എ ഗുഡ് എസ്റ്റിമേറ്റർ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അത് ഒരു എസ്റ്റിമേറ്ററിനെ ഒരു ഗുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയണമെങ്കിൽ താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ആൻ എസ്റ്റിമേറ്റർ ഈസ് സെറ്റ് ടു ബി എ ഗുഡ് എസ്റ്റിമേറ്റർ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. എത്ര പ്രോപ്പർട്ടീസാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കണം. എന്താണ്? 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 4 പ്രോപ്പർട്ടീസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഹെഡിങ് മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അങ്ങനെ ശരിയല്ല. ഹെഡിങ് മാത്രം എഴുതിക്കൂടാ. അതെന്തെന്നില്ല, ഒരു വാചകത്തിൽ ഒരു സെൻറ്റൻസിൽ നിങ്ങൾ വിശദീകരിച്ചിരിക്കണം. അപ്പോൾ പ്രോപ്പർട്ടി ഇതാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി അൺബയാസ്ഡ്നെസ്. ആൻ എസ്റ്റിമേറ്റർ T ഈസ് സെറ്റ് ടു ബി ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ തീറ്റ. അതിനെ വായിക്കുന്നത് തീറ്റ എന്നാണ് അതിനെ വായിക്കുന്നത്. ആൻ എസ്റ്റിമേറ്റർ T ഈസ് സെറ്റ് ടു ബി അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ തീറ്റ ഇഫ് എക്സ്പെക്ടേഷൻ ഓഫ് T ഈക്വൽ ടു തീറ്റ എന്ന് വെച്ചാൽ E ഓഫ് T ഈക്വൽ ടു തീറ്റ. അത് എഴുതിയാൽ ഫുൾ മാർക്കായി. അൺബയാസ്ഡ്നെസ്സിൻ്റെ എന്തെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇത് എഴുതിയാൽ. അപ്പോൾ ഇതും കൂടി എഴുതണം. ഈ സെൻറ്റൻസ് കൂടി എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ 1/2 മാർക്കോ 1 മാർക്കോ കുറക്കും. ആൻ എസ്റ്റിമേറ്റർ T ഈസ് സെറ്റ് ടു ബി ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ തീറ്റ ഇഫ് E ഓഫ് T ഈക്വൽ ടു തീറ്റ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി. ആൻ എസ്റ്റിമേറ്റർ T ഈസ് സെറ്റ് ടു ബി കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ തീറ്റ ഇഫ് E ഓഫ് T ടെൻസ് ടു തീറ്റ. അതിനെ ടെൻസ് ടു എന്നാണ്. 1/2 മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ടെൻസ് ടു എന്നാണ്. E ഓഫ് T ടെൻസ് ടു തീറ്റ ആൻഡ് V ഓഫ് T വാരിയൻസ് ഓഫ് T ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ എന്നിൻ്റെ വില ഇൻഫിനിറ്റി ആകുമ്പോൾ, അനന്തമാകുമ്പോൾ, എന്നിൻ്റെ വില അനന്തമാകുമ്പോൾ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് T എന്ന് പറയുന്നത് തീറ്റയിലേക്ക് ടെൻഡ് ചെയ്യും, തീറ്റയിലേക്ക് എത്തിച്ചേരും. V ഓഫ് T എന്ന് പറയുന്നത് ഏതിലേക്ക് എത്തിച്ചേരും? 0യിലേക്ക് എത്തിച്ചേരും. An estimator T is said to be consistent estimator for the parameter theta if E of T tends to theta and V of T tends to 0 as n tends to infinity. അത് രണ്ടാമത്തെ കണ്ടീഷനാണ്. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി പറയുമ്പോൾ 2 സ്റ്റാറ്റിസ്റ്റിക്സ് പറയണം. 2 സ്റ്റാറ്റിസ്റ്റിക് എന്നാലേ ഏത് എഫിഷ്യൻറ്റ്, മോർ എഫിഷ്യൻറ്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ലെറ്റ് T1 ആൻഡ് T2 ആർ 2 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ തീറ്റ. നേരത്തെ എല്ലാം ഒരു എസ്റ്റിമേറ്ററാണ് പറഞ്ഞത്, ആൻ എസ്റ്റിമേറ്റർ T എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് അങ്ങനല്ല. ലെറ്റ് T1 ആൻഡ് T2 ആർ 2 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ തീറ്റ ദെൻ T1 ഈസ് സെറ്റ് ടു ബി മോർ എഫിഷ്യൻറ്റ് ദാൻ T2. T1
T2നേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? V(T1) ലെസ് ദാൻ V(T2). രണ്ടിൻ്റെയും വേരിയൻസ് കമ്പയർ ചെയ്തിട്ടാണ്. രണ്ടിൻ്റെയും വേരിയൻസ് കമ്പയർ ചെയ്തിട്ട് കുറഞ്ഞ വേരിയൻസ് ഉള്ളത് മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. അതായത് V(T1) ആണ് ഇവിടെ കുറഞ്ഞ വേരിയൻസ്. V(T1) ലെസ് ദാൻ V(T2) ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് T1 വേരിയൻസ് ഓഫ് T2നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് വേരിയൻസ് ഓഫ് T1 ആണ് മോർ എഫിഷ്യൻറ്റ്. അപ്പോൾ let T1 and T2 are two unbiased estimators for the parameter theta, then T1 is said to be more efficient than T2 if V(T1) less than V(T2). അതായത് കുറഞ്ഞ വേരിയൻസ് ഉള്ള എസ്റ്റിമേറ്ററാണ് മോർ എഫിഷ്യൻറ്റ്. നാലാമത്തത് സഫിഷ്യൻസിയാണ്. ആൻ എസ്റ്റിമേറ്റർ ഈസ് സെഡ് ടു ബി എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് ദ പാരാമീറ്റർ if it contains all the information in the sample about the parameter. അപ്പോൾ ഒരു എസ്റ്റിമേറ്ററിന് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ എസ്റ്റിമേറ്ററിൽ എല്ലാ ഇൻഫർമേഷനും ആ പാരാമീറ്ററിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനിലും ഉണ്ടായിരിക്കണം. ആൻ എസ്റ്റിമേറ്റർ ഈസ് സെഡ് ടു ബി ആൻ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് എ പാരാമീറ്റർ. ആൻ എസ്റ്റിമേറ്റർ ഈസ് സെഡ് ടു ബി എ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് എ പാരാമീറ്റർ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ഇൻഫർമേഷൻ ഇൻ ദ സാമ്പിൾ അബൌട്ട് ദ പാരാമീറ്റർ. ആ പാരാമീറ്ററിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ആ പാരാമീറ്ററിൽ ആ എസ്റ്റിമേറ്ററിൽ ഉണ്ടെങ്കിൽ അതിനെ എന്താണ് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായതുകൊണ്ട് ഞാനിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പമാണ്. x1, x2, x3 and x4 is a random sample drawn from a population with mean mu. Show that t equal to x1 plus x2 plus x3 minus 2x4 is an unbiased estimator for mu. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് x1, x2, x3 and x4 എന്ന് പറഞ്ഞാൽ അത് റാൻഡം സാമ്പിളാണ്. അതിൻ്റെ മീൻ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ മ്യൂ പറഞ്ഞാൽ E(x1) മ്യൂ ആണ്, E(x2) മ്യൂ എല്ലാം മ്യൂ ആണെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ ആൻസർ എഴുതുമ്പോൾ സൊല്യൂഷൻ ഗിവൺ E(x1) ഈക്വൽ ടു E(x2) ഈക്വൽ ടു E(x3) ഈക്വൽ ടു E(x4) ഈക്വൽ ടു മ്യൂ, എല്ലാം മ്യൂ ആണ്. നമുക്ക് തെളിയിക്കേണ്ടത് ടി എന്ന് പറയുന്നത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ E(t) ഈക്വൽ ടു മ്യൂ ആണെന്ന് നമുക്ക് തെളിയിക്കണം. E(t) ഈക്വൽ ടു മ്യൂ എന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. E(t) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി എന്ത് തന്നിട്ടുള്ളത്? x1 plus x2 plus x3 minus 2x4 എന്നല്ലേ. അപ്പോൾ നമുക്ക് E(t) കാണാം. E(t) എന്ന് പറഞ്ഞാൽ E(x1 plus x2 plus x3 minus 2x4. അതായത് ഓരോന്നിനും എക്സ്പെക്ടേഷൻ കൊടുത്താൽ എന്തായിരിക്കും? E(x1 plus E(x2 plus E(x3 minus 2 into E(x4) എന്ന് എഴുതും. അതെങ്ങനെയാണ് 2 ഇൻറ്റു വന്നത്? E(2x4) പറഞ്ഞാൽ 2 കോൺസ്റ്റൻ്റ് ആണ്. അത് എക്സ്പെക്ടേഷൻ്റെ വെളിയിലെടുക്കുക. അപ്പോൾ 2 ഇൻറ്റു E(x4). അപ്പോൾ നമുക്ക് ഓരോന്നിനും മ്യൂ എന്ന് കൊടുക്കുക. അതായത് E(x1) മ്യൂ ആണ്. അപ്പോൾ മ്യൂ പ്ലസ് മ്യൂ പ്ലസ് മ്യൂ, അവസാനത്തെ -2 മ്യൂ ആണ്. അപ്പോൾ മ്യൂ പ്ലസ് മ്യൂ പ്ലസ് മ്യൂ പറഞ്ഞാൽ 3 മ്യൂ ആണ്. 3 മ്യൂ മൈനസ് 2 മ്യൂ എത്ര? മ്യൂ. അപ്പോൾ E(t) ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടിയില്ലേ? അപ്പോൾ എന്തായിരിക്കും? ടി ഈസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ. E(t) ഈക്വൽ ടു മ്യൂ, therefore ടി ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ. ഇതെന്തായാലും പഠിക്കണം നിങ്ങൾ, വളരെ എളുപ്പമാണിത്. ഇതൊരു ക്വസ്റ്റ്യൻ, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒരേപോലത്തെ ചോദ്യമാണിത്. യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. നേരത്തെ ചെയ്ത പോലെ തന്നെ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് സെലക്ട് സാമ്പിൾസ് ഓഫ് സൈസ് 2 ഫ്രം ദ പോപ്പുലേഷൻ. 4, 5, 6, 7, 8 5 സംഖ്യ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2 സംഖ്യ എടുക്കുമ്പോൾ കിട്ടുന്ന പോസിബിൾ സാമ്പിൾസ് ഏതെന്ന് എഴുതണം. പിന്നെ ആദ്യം പറയുന്നത് റൈറ്റ് ഓൾ പോസിബിൾ സാമ്പിൾസ് എന്നാണ്. അതിൽ ബി പറയുന്നത് ഷോ ദാറ്റ് സാമ്പിൾ മീൻ ഈസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ പോപ്പുലേഷൻ മീൻ. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ആദ്യം SRSWRലെ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എത്രയായിരിക്കും? 5 സംഖ്യയിൽ നിന്ന് 2 സംഖ്യ എടുക്കേണ്ടത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു. 5 സംഖ്യ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഇൻ SRSWR ഈസ് 5C2. നേരത്തെ 4C2, ഇത് 5C2. 5C2 ചെയ്ത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. 5C2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 10 ആണെന്ന് അറിയാം. 5 factorial by 3 factorial into 2 factorial. 3 factorial എന്ന് പറഞ്ഞാൽ 5 - 2 factorial. അപ്പോൾ 3 factorial into 2 factorial. അത് ചെയ്താൽ 10 കിട്ടും. ഇനി നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് 10 ഉണ്ടാവും. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. സാമ്പിൾ നമ്പർ 1 മുതൽ 10 വരെ എഴുതാം. സാമ്പിൾസ് എന്തെന്നാണ്? x1, x2 എന്ന് എഴുതാം. അത് എഴുതേണ്ട ആവശ്യമില്ല, സാമ്പിൾസ് മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് സംഖ്യകൾ എഴുതാം. 4, 5, 4, 6, 4, 7, 4, 8. പിന്നെ 5, 6, 5, 7, 5, 8, 6, 7, 6, 8, പിന്നെ 7, 8. അങ്ങനെ 10 സാമ്പിൾസ്. ഇനി അതിൻ്റെ സാമ്പിൾ മീൻ എഴുതാം. ഓരോന്നിനും കൂട്ടിയിട്ട് അത്
മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പകുതി കാണുന്നത്. 5 4 കൂട്ടിയാൽ 9, 9ൻ്റെ പകുതി 4.5, 6 4 കൂട്ടിയാൽ 10, 10ൻ്റെ പകുതി 5, അങ്ങനെ എല്ലാം കൂട്ടാം. എന്നിട്ട് സിഗ്മ എക്സ് ബാർ എത്ര നോക്കാം. സിഗ്മ എക്സ് ബാർ 60 ഉണ്ട്. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, അതിൽ ബി പറയുന്നത് ഷോ ദാറ്റ് സാമ്പിൾ മീൻ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ഫോർ പോപ്പുലേഷൻ മീൻ. അപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എത്ര കിട്ടും നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു എത്രയാണ്, സിഗ്മ എക്സ് ബാർ ബൈ 10. 10 എങ്ങനെ കിട്ടിയത്, സാമ്പിൾ നമ്പേഴ്സ് 10 ആണ്. അപ്പോൾ 60/10 = 6 എന്ന് കിട്ടി. ഇനി പോപ്പുലേഷൻ മീൻ, ഇത് സാമ്പിൾ മീനാണ്. സാമ്പിൾ മീൻ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ഫോർ പോപ്പുലേഷൻ മീനാണ്. തന്നിരിക്കുന്ന സാമ്പിൾ മീനാണ്, സാമ്പിൾ മീനാണ് ഇത്. സാമ്പിൾ മീനിൻ്റെ എക്സ്പെക്റ്റേഷനാണ് ഇത്. സാമ്പിൾ മീനിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 6 കിട്ടി. ഇനി പോപ്പുലേഷൻ മീൻ മ്യൂ എന്തെന്ന് നമുക്ക് നോക്കാം. പോപ്പുലേഷൻ മീൻ മ്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ എൻ ആണ്. തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. എത്ര, 4 കൂട്ടണം 5 കൂട്ടണം 6 കൂട്ടണം 7 കൂട്ടണം 8 ബൈ 5 ആണ്. അപ്പോൾ അത് എത്ര കിട്ടുന്നത് നോക്കിക്കൊള്ളൂ. ഇവിടെ പോപ്പുലേഷൻ മീൻ മ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 10 കൊണ്ട് ഹരിച്ചിട്ടുണ്ട്. 10 കൊണ്ട് ഹരിച്ചുകൂടാ, 4 കൊണ്ട് എത്ര, 5 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 5 4 9, 9 6 15, 15 7 22, 22 8 30, 30നെ 5 കൊണ്ട് ഹരിച്ചാലാണ് 6 കിട്ടുന്നത്. 30നെ 10 കൊണ്ട് ഹരിച്ചാൽ 6 കിട്ടില്ല. അപ്പോൾ ഇവിടെ തെറ്റാണ്, 10 കൊണ്ടല്ല ഹരിക്കേണ്ടത്. ഇവിടെ 5 സംഖ്യയുടെ ആവറേജാണ് കാണുന്നത്. അപ്പോൾ ബൈ ഇവിടെ 5 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ 6. അപ്പോൾ അതിൽ നിന്ന് ഈ ഇക്വേഷൻ 1, ആദ്യത്തെ ഇക്വേഷൻ 1, രണ്ടാമത്തെ ഇക്വേഷൻ 2, ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ പരിഗണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, താഴെ എഴുതിയിട്ടുണ്ട് സെൻറ്റൻസിൽ. ഫ്രം ഇക്വേഷൻ 1 and 2 വി ഹാവ് ഇ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ. അതായത് 2ൻ്റെ വില 6 തന്നെയാണ്. ഇ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ. ദെയർഫോർ അല്ലെങ്കിൽ ഹെൻസ് സാമ്പിൾ മീൻ എക്സ് ബാർ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ പോപ്പുലേഷൻ മ്യൂ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. x1 x2 x3 and x4 ഈസ് എ റാൻഡം സാമ്പിൾ ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. അതായത് ഇ ഓഫ് x1 ഇ ഓഫ് x2 എല്ലാം മ്യൂ ആണ്. വേരിയൻസ് ഓഫ് x1 വേരിയൻസ് ഓഫ് x2 വേരിയൻസ് ഓഫ് x3 വേരിയൻസ് ഓഫ് x4 എല്ലാം വേരിയൻസ് എന്താണ്, സിഗ്മ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ സിഗ്മ തന്നെ. അപ്പോൾ വേരിയൻസ് എന്തായിരിക്കും, അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. നമുക്ക് തെളിയിക്കേണ്ടത് T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്. അത് രണ്ടും അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇ ഓഫ് T1 എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്, ഇ ഓഫ് T2 എന്ന് പറഞ്ഞാൽ മ്യൂ എന്ന് തന്നിട്ടുണ്ട്. ഒബ്റ്റെയിൻ എഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ എമംഗ് T1 ആൻഡ് T2. T1 ഓ T2 ഏതാണ് എഫിഷ്യൻറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ വാരിയൻസ് കണ്ടുപിടിക്കേണ്ടി വരും. എഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് T1ഉം എക്സ്പെക്ടേഷൻ ഓഫ് T2ഉം മ്യൂ തന്നെ ആയിരിക്കണം. പിന്നെയോ വേരിയൻസ് ഓഫ് T1ഉം വേരിയൻസ് ഓഫ് T2 കണ്ടുപിടിച്ച ശേഷം അതിൽ ഏതാണ് ചെറുത് നോക്കണം. ആ ചെറിയ വേരിയൻസ് ഉള്ളത് മോർ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ആദ്യം ഗിവൺ ദാറ്റ് T1 ആൻഡ് T2 ആർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ദ പോപ്പുലേഷൻ മീൻ മ്യൂ. അപ്പോൾ T1 തന്നിട്ടുണ്ട്, അത് എഴുതാം. ഇനി T2 തന്നിട്ടുണ്ട്, അതും എഴുതാം. അപ്പോൾ വി ഓഫ് T1 കാണാം. നമുക്ക് ഇ ഓഫ് T1ഉം ഇ ഓഫ് T2ഉം കാണേണ്ട ആവശ്യമില്ല, കാരണം അത് മ്യൂ എന്ന് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇനി വി ഓഫ് T1 കാണാം. വി ഓഫ് T1 ഈക്വൽ ടു വി ഓഫ് x1 + 2x2 + 2x3 - 4x4. അപ്പോൾ എന്ത് കിട്ടും, വേരിയൻസ് ഓഫ് AX എന്ന് പറഞ്ഞാൽ A² ഇൻറ്റു വേരിയൻസ് ആണ്. ഒരു കോൺസ്റ്റൻറ്റ് വിയുടെ അകത്ത് വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്ക്, വി ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതങ്ങനെയാണ്. വി ഓഫ് x1 പ്ലസ് വി ഓഫ് 2x2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറഞ്ഞാൽ, ആദ്യം അങ്ങനെ തന്നെ എഴുതാം, വി ഓഫ് 2x2 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഞാൻ മാറ്റി എഴുതാം. അപ്പോൾ വി ഓഫ് 2x2 പ്ലസ് വി ഓഫ് 2x3 പ്ലസ് ആണ്. മൈനസിൻ്റെ സ്ക്വയർ കാണുമ്പോൾ വേരിയൻസ് കാണുമ്പോൾ സ്ക്വയർ ആവും, അപ്പോൾ പ്ലസ് ആയിട്ട് മാറും. അതായത് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ ആണ്. അത് മൈനസ് ആണെങ്കിൽ പ്ലസ് ആയിട്ട് മാറും. വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ ആണ്. അതുകൊണ്ട് ഇവിടെ മൈനസ് ഉള്ള എന്താവും, വേരിയൻസ് ഓഫ് 4x4 എന്നുള്ളത് പ്ലസ് വേരിയൻസ് ഓഫ് 4x4. അത് ഓർമ്മ വേണം. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. അതായത് വി ഓഫ് x1 പ്ലസ് വി ഓഫ് 2x2. ഞാൻ പറഞ്ഞു വി ഓഫ് AX എന്ന് പറഞ്ഞാൽ A² ഇൻറ്റു വി ഓഫ് x2 ആണ്. അപ്പോൾ 4 ഇൻറ്റു വി ഓഫ് x2. അടുത്തത് അങ്ങനെ തന്നെ പ്ലസ് 4 ഇൻറ്റു വി ഓഫ് x3 പ്ലസ് അടുത്തത് 4ൻ്റെ സ്ക്വയർ, അപ്പോൾ 16 ഇൻറ്റു വി ഓഫ് x4. ഇനി ഓരോന്നും നമുക്കറിയാം, എല്ലാം സിഗ്മ സ്ക്വയർ തന്നെയാണ്. ഓരോന്നിൻ്റെയും x1 x2 x3 x4 എല്ലാറ്റിൻ്റെയും
വി ഓഫ് എക്സ് എന്തെന്ന് സിഗ്മ സ്ക്വയർ തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനുടെ സിഗ്മ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ സിഗ്മ സ്ക്വയർ പ്ലസ് 4 സിഗ്മ സ്ക്വയർ, അതായത് 4 വി ഓഫ് എക്സ് ടു പറഞ്ഞാൽ 4 സിഗ്മ സ്ക്വയർ, അടുത്തത് 4 വി ഓഫ് എക്സ് പറഞ്ഞാൽ 4 സിഗ്മ സ്ക്വയർ, അടുത്തത് 16 വി ഓഫ് എക്സ് 4 പറഞ്ഞാൽ 16 സിഗ്മ സ്ക്വയർ. അതെല്ലാം കൂട്ടി എത്ര കിട്ടും? 25 സിഗ്മ സ്ക്വയർ കിട്ടും. 4 1 5 5 4 9 9 16 25. ഇനി വി ഓഫ് ടി ടു വി ഓഫ് ടി ടു x1 പ്ലസ് x2 മൈനസ് x3 മൈനസ് x4 ആണ് ടി ടു. അപ്പോൾ വി ഓഫ് ടി ടു എന്ന് പറഞ്ഞാൽ വി ഓഫ് x1 പ്ലസ് വി ഓഫ് x2 പ്ലസ് വി ഓഫ് x3 പ്ലസ് വി ഓഫ് x4 എല്ലാം പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ എത്ര കിട്ടും? 4 സിഗ്മ സ്ക്വയർ കിട്ടും. അപ്പോൾ ആദ്യത്തെ 25 സിഗ്മ സ്ക്വയർ, രണ്ടാമത്തത് 4 സിഗ്മ സ്ക്വയർ. ഏത് വേരിയൻസാണ് ചെറുത്? രണ്ടാമത്തതാണ് ചെറുത് അല്ലേ? അപ്പോൾ വി ഓഫ് ടി ടു ലെസ് ദാൻ വി ഓഫ് ടി വൺ എന്ന് കിട്ടി. രണ്ടാമത്തത് 4ഉം ആദ്യത്തത് 25 അല്ലേ? രണ്ടാമത്തത് വി ഓഫ് 4 സിഗ്മ സ്ക്വയർ ആണ്. ആദ്യത്തതോ വി ഓഫ് ടി വൺ എത്ര? 25 സിഗ്മ സ്ക്വയർ. അപ്പോൾ ഏതാണ് ചെറുത്? വി ഓഫ് ടി ടു ആണ് ചെറുത്. സോ വി ഓഫ് ടി ടു ലെസ് ദാൻ വി ഓഫ് ടി വൺ. ദെയർഫോർ ടി ടു ഈസ് എഫിഷ്യൻറ്റ് ദാൻ ടി വൺ. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അടുത്തത് ഇതേപോലെ തന്നെയാണ്. അടുത്തത് ഇതേപോലെ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാം. അതോടുകൂടി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത കൂടി ചെയ്തിട്ട് പിന്നെ വരുന്നത് അടുത്ത പുതിയ ചാപ്റ്ററാണ്. അപ്പോൾ x1 x2 ആൻഡ് x3 ആർ വാല്യൂസ് ഓഫ് റാൻഡം സാമ്പിൾ ഡ്രോൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. അപ്പം എല്ലാറ്റിൻ്റെയും എന്താണ് നോർമൽ മീൻ മ്യൂന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇ ഓഫ് x1 ഇ ഓഫ് x2 ഇ ഓഫ് x3 എല്ലാം മ്യൂ ആണ്. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് ഓഫ് എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. വി ഓഫ് x1 വി ഓഫ് x2 വി ഓഫ് x3 എല്ലാം സിഗ്മ സ്ക്വയർ ആയിരിക്കും. നമുക്ക് കാണേണ്ടത് T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്, T3 തന്നിട്ടുണ്ട്. അതിൽ എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഏതെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി ഓഫ് T1 വി ഓഫ് T2 വി ഓഫ് T3 കാണണം. അതിൽ എഫിഷ്യൻ്റ് ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം T1 എഴുതാം. x1 പ്ലസ് 2x2 പ്ലസ് x3 ബൈ 4 T2 x1 മൈനസ് x2 പ്ലസ് x3 ബൈ 2 T3 x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3 എന്ന് എഴുതാം. ഇ ഓഫ് T1 കാണാം. ഇ ഓഫ് T1 സമം ഇ ഓഫ് x1 പ്ലസ് 2x2 പ്ലസ് x3 ബൈ 4. അതായത് എന്ത് കിട്ടും? ഇ ഓഫ് x1 പ്ലസ് 2 ഇൻറ്റു ഇ ഓഫ് x2 ബൈ 4 പ്ലസ് ഇ ഓഫ് x3 ബൈ 4. അതായത് മ്യൂ പ്ലസ് 2 മ്യൂ പ്ലസ് മ്യൂ ബൈ 4. 2 ഇൻറ്റു ഇ ഓഫ് x2 പറഞ്ഞാൽ 2 ഇൻറ്റു മ്യൂ, അതായത് 2 മ്യൂ. അപ്പോൾ 4 മ്യൂ ബൈ 4 കിട്ടി. 4ഉം 4ൽ ക്യാൻസലായി അവസാനം മ്യൂ കിട്ടി. അപ്പോൾ അത് അൺബയാസ്ഡ് ആണ്. ആക്ച്വലി T1 T2 T1 T2 T3 എന്നുള്ളത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടില്ല. അത് ആർ എസ്റ്റിമേറ്റേഴ്സ് ഫോർ മ്യൂ എന്നേ തന്നിട്ടുള്ളൂ. ഇതെല്ലാം എസ്റ്റിമേറ്റേഴ്സ് ഫോർ മ്യൂ എന്നാണില്ല. അപ്പോൾ എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പെക്ടേഷൻ കണ്ടുപിടിച്ചിട്ട് അത് മ്യൂ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ഇ ഓഫ് T1 മ്യൂ ആണ്, ഇ ഓഫ് T2 മ്യൂ ആണ്, ഇ ഓഫ് T3 മ്യൂ ആണെന്ന് തെളിയിക്കണം. കാരണം നമുക്കിവിടെ ആർ എസ്റ്റിമേറ്റർ ഫോർ മ്യൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇ ഓഫ് T2 ആണ് നമ്മൾ. ഇ ഓഫ് T1 മ്യൂ എന്ന് കിട്ടി. ഇനി ഇ ഓഫ് T2 ഇ ഓഫ് T1 ഈക്വൽ ടു മ്യൂ, ദെയർഫോർ T1 ഈസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ. ഇനി ഇ ഓഫ് T2 കണ്ടുപിടിക്കുന്നത് ഇ ഓഫ് x1 മൈനസ് x2 പ്ലസ് x3 ബൈ 2. അതായത് എന്ത് കിട്ടും? മ്യൂ മൈനസ് മ്യൂ പ്ലസ് മ്യൂ ബൈ 2, അതായത് മ്യൂ ബൈ 2 കിട്ടും. അപ്പോൾ എന്താവും? T2 ഈസ് നോട്ട് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ദെയർഫോർ ഇ ഓഫ് T2 ഈസ് നോട്ട് ആൻ ഈക്വൽ ടു മ്യൂ, ദെയർഫോർ T2 ഈസ് നോട്ട് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ. അത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അല്ല. പിന്നെ T3 കണ്ടുപിടിക്കുക. T3 കണ്ടുപിടിച്ചാൽ അതേപോലെ തന്നെ എന്ത് കിട്ടും? 3 മ്യൂ ബൈ മ്യൂ കിട്ടും, അതായത് മ്യൂ കിട്ടും. അപ്പോൾ T1 T3 മാത്രമേ നമുക്ക് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഉള്ളൂ. ഇ ഓഫ് T3 ഈക്വൽ ടു മ്യൂ, ദെയർഫോർ ഇ ഓഫ് T3 ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ. ഇനി നമുക്ക് വേരിയൻസ് കാണുമ്പോൾ നമുക്ക് 2 എണ്ണം മാത്രം പരിഗണിച്ചാൽ മതി. എന്തുകൊണ്ടാണ്? രണ്ടാമത്തത് പോയി. രണ്ടാമത്തത് അൺബയാസ്ഡ് അല്ല. അൺബയാസ്ഡ് അല്ലാത്തത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വി ഓഫ് T1 കണ്ടുപിടിക്കാം. വി ഓഫ് T1 സമം വി ഓഫ് x1 പ്ലസ് 2x2 പ്ലസ് x3 ബൈ 4. അപ്പോൾ എത്ര കിട്ടും? വി ഓഫ് x1 പ്ലസ് 4 ഇൻറ്റു വി ഓഫ് x2 ആണ്. 4 കിട്ടിയത് എങ്ങനെ? വേരിയൻസ് ഓഫ് വി ഓഫ് 2x2 പറഞ്ഞാൽ 4 ഇൻറ്റു വി ഓഫ് x2 ആണ്, പ്ലസ് വി ഓഫ് x3 ബൈ 4ൻ്റെ സ്ക്വയർ. താഴെ 4 അല്ല, താഴെ എന്ത് പറഞ്ഞാൽ 16 എന്തുകൊണ്ടാണ് വരുന്നത്? വേരിയൻസ് ഓഫ് AX. അപ്പോൾ A എന്ന് പറഞ്ഞാൽ 1/4 എന്ന് എടുക്കാൻ വെക്കാം. 1/4 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എന്നത് 1/16 ആണ്, അതായത് ബൈ 16 ആയത്.
അതായത് എല്ലാ അകത്തുള്ളതിൻ്റെ എല്ലാ സ്ക്വയർ എഴുതിക്കൊള്ളാം വേരിയൻസ് കാണുമ്പോൾ. 4ൻ്റെ സ്ക്വയറാണ് 16, മേലെ സോറി 2x2 ആണ് 4x2 ആയിട്ട് മാറിയത്. വി ഓഫ് x1 പ്ലസ് വി ഓഫ് x2 2x2 എന്നുള്ളത് എന്തായി 4 ഇൻറ്റു വി ഓഫ് x2 ആയി. വി ഓഫ് x3 എന്നുള്ളത് അതേപോലെ എഴുതി ബൈ 4 എന്നുള്ളത് 16 ആയി. അപ്പോൾ എന്താവും സിഗ്മ സ്ക്വയർ പ്ലസ് 4 സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ 16 കിട്ടും. അപ്പോൾ എത്ര ടോട്ടൽ എത്ര കിട്ടുന്നത് 6 സിഗ്മ സ്ക്വയർ ബൈ 16 എന്ന് വെച്ചാൽ 3 സിഗ്മ സ്ക്വയർ ബൈ 8, അതായത് 0.375 സിഗ്മ സ്ക്വയർ. വേരിയൻസ് ഓഫ് T3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നോക്കാം. ആദ്യം വേരിയൻസ് ഓഫ് T1 ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്, അത് 0.375 സിഗ്മ സ്ക്വയർ. ഇനി വേരിയൻസ് ഓഫ് T3 പറഞ്ഞാൽ വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3, അത് എത്ര കിട്ടും സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ 3 അല്ല 9 ആണ് അല്ലേ. ബൈ 3 സ്ക്വയർ കാണുമ്പോൾ വേരിയൻസ് കാണുമ്പോൾ സ്ക്വയർ ആവും. നിങ്ങൾക്ക് ഒരു സംശയം വരും, ഈ 3 എന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ 9 വന്നത് എങ്ങനെയെന്ന് സംശയം വരും. അത് വേരിയൻസ് ആയതുകൊണ്ട് അത് കോൺസ്റ്റൻറ്റിൻ്റെത് സ്ക്വയർ എടുത്തോളാം. അപ്പോൾ 9 ബൈ 9, അപ്പോൾ 3 സിഗ്മ സ്ക്വയർ ബൈ 9 എന്ന് വെച്ചാൽ സിഗ്മ സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ 0.333 സിഗ്മ സ്ക്വയർ. ഇതിൽ ഏതാണ് ചെറുത്? ചെറിയ വേരിയൻസ് ഏതാണ്? ചെറിയ വേരിയൻസ് എന്നുള്ളത് രണ്ടാമത്തത്, ആദ്യത്തത് 0.37 ആണ് അല്ലേ. അപ്പോൾ വേരിയൻസ് ഓഫ് T1, ഇവിടെ വേരിയൻസ് ഓഫ് T3 ആണ് ലെസ്സർ, ചെറുത് വേരിയൻസ് ഓഫ് T3. അപ്പോൾ വേരിയൻസ് ഓഫ് T3 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T1, ദെയർഫോർ T3 ഈസ് ആൻ എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ. അപ്പോൾ T3 ആണ് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം. അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ.